ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ത്രീ കിഡ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ടെമ്പിൾ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വാവയുടെ ചോറൂണ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്കൊന്നും പോയിട്ടില്ല. ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേറ്റുവിൽ നിന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂറോളം വേണം കൊടുങ്ങല്ലൂരിലേക്ക് എത്താൻ. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താറായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോ കുറേ ലോങ്ങായി പോകും. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലം എത്താറായി. എൻ്റെ വീട് പറവൂരാണ്. പറവൂരിൽ നിന്ന് കുറച്ച് ദൂരമേ കൊടുങ്ങല്ലൂരിലേക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ എപ്പോഴും വരാറുണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക്. ഇങ്ങോട്ട് ചേറ്റുവയിലേക്ക് തൃശ്ശൂർ പോകുന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുള്ളൂ. കൊടുങ്ങല്ലൂർ മീനഭരണിക്ക് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമാണ്. പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും ആ ടൈമിലൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു കൊല്ലം വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ വടക്കേ നടയിലേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അപ്പുറത്തേക്ക് പോവേണ്ടതുണ്ട്. അപ്പോൾ വണ്ടി ഇടാൻ സ്ഥലമൊക്കെ കുറവാണ്. മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇടാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അമ്പലത്തിലേക്ക് കുറച്ച് നേരം നടയിലൂടെയൊക്കെ നടന്നു. അവിടെ ആദ്യം നോക്കിയപ്പോൾ തന്നെ നല്ല ക്യൂ കണ്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്തേക്ക് ഒന്ന് നടന്നതിന് ശേഷമാണ് പിന്നെ ക്യൂവിലേക്ക് നിൽക്കാൻ പോയത്. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ വന്ന് നിന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടുത്തെ വീഡിയോകളൊക്കെ എടുത്തു. അപ്പോഴാണ് കുറേ കോഴികളെയൊക്കെ കണ്ടത്. അപ്പോൾ അവിടെ ഓരോ നേർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കോഴികളാണ്. കുറച്ചൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ചിലതിനൊക്കെ കൂട്ടിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ക്യൂവിൽ നിന്ന് കുറച്ച് നേരം രജിഷനെ അവിടെ നിർത്തി ക്യൂവിൽ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം അമ്പലക്കുളത്തിൻ്റെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നേരം കുളത്തിൻ്റെ അവിടെയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും ക്യൂവിലേക്ക് തന്നെ വന്നു. പിന്നെ കുഞ്ഞൂസിനെയൊക്കെ കളിപ്പിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. ക്യൂ അനങ്ങുന്നുണ്ടായിരുന്നില്ല. നട അടച്ചിട്ടേക്കണായിരുന്നു. കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടയൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങൾ കയറി തൊഴുതു. ഒരുവിധം തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മല സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. സ്വാമിമാരും എല്ലാവരുമായിട്ട് നല്ല തിരക്കായിരുന്നു. പക്ഷെ എങ്കിലും നല്ല രീതിയിൽ തന്നെ അമ്മയെ തൊഴാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയതിന് ശേഷം പുഷ്പാഞ്ജലി പ്രസാദം കൗണ്ടറിൽ പോയി മേടിച്ചു. അതിനുശേഷം എല്ലാവരും ചന്ദനമൊക്കെ തൊട്ട് പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ക്ഷേത്രപാലക അമ്പലത്തിൻ്റെ അവിടെ തൊഴാൻ പോയപ്പോൾ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഉച്ച സമയം തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ പുറത്ത് നിന്ന്
തൊഴുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴാണെങ്കിലോ അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഒരുവിധം ഏന്തി വലിഞ്ഞ് അവിടെ പോയി നിന്നു പ്രസാദം വാങ്ങാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറെ നേരം നിന്നുട്ടാ. നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രസാദം കഴിഞ്ഞു പോയി. പായസമായിരുന്നു. അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് കിട്ടിയില്ല. ഞങ്ങളപ്പോ തിരിച്ചു പോന്നു. നല്ല തിരക്കായിരുന്നു. പിന്നെ നല്ല വെയിലായിരുന്നു ട്ടാ. നല്ല പൊരി വെയിലെന്ന് പറയില്ല, നല്ല വെയിലായിരുന്നു. അങ്ങനെ വേഗം വാവച്ചിനായിട്ട് അധികം അങ്ങനെ വെയിലത്ത് നടക്കാനൊന്നും പറ്റിയില്ല. ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഡിസ്ചാർജായി കുറച്ച് ദിവസമായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങള് വന്ന് അടുത്ത അമ്പലത്തിലൊക്കെ തൊഴുതു വന്നതിന് ശേഷം നമ്മുടെ തവിട്ടുമുത്തി ഉണ്ടല്ലോ, തവിട്ടുമുത്തിയുടെ അമ്പലത്തിൽ പോയി. അപ്പോൾ തവിട് എടുത്തിങ്ങനെ ഒഴിഞ്ഞ് ഇട്ടിട്ട് ആ തവിട് നമുക്ക് കഴിക്കാൻ തരും അവിടുന്ന്. അങ്ങനെ തവിട്ടുമുത്തിരി എടുത്ത് പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ചു നിന്ന് തവിട് തലക്കൊഴിഞ്ഞൊക്കെ ഇട്ടു. അങ്ങനെ പ്രസാദം അവിടെ നിന്ന് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നേരെ പോയത് വെടി വഴിപാട് എഴുതിപ്പിക്കാനായിട്ടാണ്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ കുറെ പ്രാവുകളൊക്കെ അവിടെ നിൽക്കണ്ടായിരുന്നിട്ട്. അപ്പൊ അതിരി അമ്മ പ്രാവ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാവിന്റെ വീഡിയോ ഒക്കെ കുറച്ചെടുത്ത്. കുറേ പ്രാവുണ്ട് കേട്ടോ. ഇതല്ല അപ്പുറമൊക്കെ കുറേ പ്രാവുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് വെടി വഴിപാട് എഴുതിപ്പിച്ചു. പക്ഷെ അത് ഉച്ച സമയമായ കാരണം ഇപ്പൊ നടത്തില്ല എന്ന് പറഞ്ഞു. 4 മണിക്ക് ശേഷം നടത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രസീതാക്കി എഴുതിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. നല്ല രസമാണ് കേട്ടോ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ആ മണ്ണിലൂടെയൊക്കെ നടക്കാനായിട്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും. എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടത്. നല്ല രസമാണ്. അങ്ങനെ കുറച്ചു നേരം നമുക്ക് അവിടെ നടക്കാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു. അവിടെ നിറയെ ആൽമരം, നല്ല തണലൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ആൽമരത്തിന്റെ ചോട്ടിലൊക്കെ പോയിരുന്നു. പിന്നെ ഒരമ്മാമ്മ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രജിഷേട്ടൻ ആ അമ്മാമ്മയുടെ അടുത്ത് നിന്ന് ലോട്ടറി ഒക്കെ എടുത്തു. പിന്നെ ആൽത്തറയിൽ ഞങ്ങൾ അധികം ഇരിക്കാനൊന്നും പോയില്ല. ഇന്നലെ തന്നെ യൂട്യൂബിലാന്ന് തോന്നുന്നു ഒരു ഷോർട്സ് വീഡിയോയിൽ കണ്ട് പാമ്പൊക്കെ ഇരിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആൽത്തറയിലായിട്ട് ഇരിക്കണ്ടേട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്ന് അവിടെ നിന്ന് തണലത്ത് കുറച്ചു നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറെ സ്വാമിമാരൊക്കെ ഇരിക്കണ കണ്ട് വിശ്രമിക്കാനായിട്ട്. പിന്നെ നേരെ വന്നത് വസൂരിമല ഭഗവതിയുടെ അമ്പലത്തിലേക്കാണ്. ഇതാണ് വസൂരിമല ദേവിയുടെ അമ്പലം. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ദക്ഷിണ വെച്ചിട്ട് മഞ്ഞപ്പൊടി കുരുമുളകും കൂടി ആ ചേച്ചി നമ്മുടെ ഒഴിഞ്ഞിട്ട് ദേവിയുടെ മേത്തേക്ക് ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വസൂരിയൊക്കെ വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ദേവിയാണ് അത്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ ഒഴിഞ്ഞ് ഇടുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരു കുട്ടീനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് തൊഴുത് നേരെ കുറച്ചു നേരം ഒന്ന് ഇരിക്കാന്നൊക്കെ വിചാരിച്ച്. നല്ല വെയിലൊക്കെ ഇരുന്ന് നല്ല ക്ഷീണായിട്ടാ. പിന്നെ ഉച്ച നേരം കഴിഞ്ഞോണ്ട് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ നമുക്ക് കുറച്ചു നേരവും കൂടി ഇവിടേക്ക് ഇരുന്നിട്ടൊക്കെ പോവാ. അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാ. കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്ത് വിശ്രമിച്ചിട്ടൊക്കെയാണ് പോയത്.
പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പറവൂരാണ് എൻ്റെ വീട്. കൊടുങ്ങല്ലൂരിന്ന് കുറച്ച് പോയാൽ മതി. അപ്പോൾ പിന്നെ തിരിച്ചു പോകാൻ വഴി ഞങ്ങൾ വീട്ടിലൊക്കെ കയറിയിട്ടാണ് പോയത്. അമ്മയെ തൊഴുതിറങ്ങുമ്പോൾ തന്നെ നല്ലൊരു റിലാക്സേഷനാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു മനസ്സിന് എന്താ പറയുക, നല്ലൊരു സമാധാനം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ തൊഴുത് ഞങ്ങൾ ഇറങ്ങി. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തിരിച്ചു വരുമ്പോൾ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ടോ കടയിൽ. അപ്പോൾ കുട്ടികളൊക്കെ ഒന്നിടഞ്ഞു. പിന്നെ സമാധാനിപ്പിച്ചു. പെറ്റൊക്കെ മലക്കുപോയി വന്നപ്പോൾ അവിടെ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി അതൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വീട്ടിലും കൂടി കയറിയിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.